അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ യാർഡിലേക്ക് വന്നു കേട്ടോ. എങ്ങനെയുണ്ട് ബസ്സിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അതായത് ഈകളുടെ വേറെ കളർ ഡുവൽ ടോൺ നോക്കിയാൽ യെല്ലോയും പച്ചയും ചേർന്നിട്ട് എന്തുട്ടാ ലുക്ക് അല്ലേ. പറ്റാണെങ്കിൽ ഒരു ATV ബസ് എടുക്കണം കേട്ടോ. എനിക്ക് അതൊരു വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ. എന്തായാലും അത് സാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ. നമ്മൾ അതിന്റെ ഒരു പുറകിൽ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയാവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടപടിയാവട്ടെ. ഇതേ രണ്ടാമത്തെ വണ്ടി പോകണം അവരുടെ. ഈ 2 വണ്ടികളാണെന്ന് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഡെലിവറി ഉണ്ടാവും ഈ അടുത്ത് തന്നെ അവരുടെ. നമ്മുടെ ഒപ്പം തന്നെ ആയിരിക്കും മിക്കവാറും. ഈ കാണുന്ന വഴി സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം MGയുടെ ആ ഒരു പ്ലാന്റിന്റെ സൈഡ് വശങ്ങളാട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വേറൊരു യാർഡ് ഉണ്ട്. ഇനി സ്ട്രെയിറ്റ് ചെന്ന് കഴിഞ്ഞാൽ വേറെ യാർഡുകളൊക്കെ ഉണ്ട് കേട്ടാ. ഞാനും രമേശേട്ടനും ഹരിബ്രവും കൂടെ നടക്കാണ് ഈ വഴി കൂടെ. ചൂട് വല്ലാണ്ട് ചൂടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ഉച്ചയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുള്ളതുകൊണ്ട് ചെളിയും കാര്യങ്ങളുണ്ട്. ഇതൊരു യാർഡാണ്. ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു പണിയാൻ കൊണ്ടുപോകുന്ന ചേസുകൾ കിടക്കണ ഒരു യാർഡാന്നാണ്. 10-500 ചേസുകൾ ഇവിടെയും കിടക്കുന്നുണ്ട്. ഭാരത് ബെൻസിന്റെ, എയ്ഷറിന്റെ, ടാറ്റയുടെ ചേസുകളൊക്കെയാണ് കൂടുതലും കാണാൻ സാധിച്ചത്. പിന്നെ ചില ചേസുകളൊക്കെ അടുത്തൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോ BS4 ചേസുകളും ഇവിടെ കിടക്കണുണ്ട് കേട്ടോ, ലൈലാൻഡിന്റെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിടക്കണേന്നൊക്കെ എനിക്കറിയില്ല. ഈ കാണുന്ന വഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാലാണ് അടുത്തൊരു യാർഡ്. എന്റെ മോനെ, ഈ യാർഡിന് ഒരു വിഷമകരമായുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതെവിടെ ടെസ്റ്റ് ട്രാക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് MGയുടെ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 1000 ബസ്സുകളും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ചേസുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാ. ഒരു വിജനമായൊരു പറമ്പ. ചിലപ്പോൾ 1000-ന് മുകളിൽ ഉണ്ടാവട്ടെ. ഞാൻ ഏകദേശം ഒരു കൗണ്ടിങ് പറഞ്ഞതാണ്. കൂടുതലും നമ്മുടെ ഗ്ലൈഡറാണ് കിടക്കണുണ്ട്. പിന്നെ പോളിസ്റ്റർ കിടക്കണുണ്ട്, സ്കൈലാർക്കും കിടക്കണുണ്ട്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ. ATPയിൽ കിടക്കണ കുറെ ബസ്സുകളൊക്കെ ഇന്റർസിറ്റിയിൽ ഓടാനായിട്ട്. ഈ യാർഡിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് കാശ് അടച്ചിട്ട് ഡെലിവറി ആയിട്ട് എടുക്കാണ്ട് കിടക്കണ ആ ഒരു ബസ്സുകളും, അതുപോലെ തന്നെ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് കിടക്കണ ബസ്സുകളും, പിന്നെ ഫുള്ള് പണി കഴിയാൻ പോണ വെഹിക്കിൾസ് എല്ലാം ഇവിടെ കൊണ്ടിട്ടാ ഇടാട്ടാ. ഈ കിടക്കണ ഒരു ബോഡി കണ്ട സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക്, അതായത് ഹോസ്പിറ്റൽ ബോഡിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ബോഡിയാണ് ഈ കിടക്കണം. അങ്ങനത്തെ 2 ബോഡികൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറെ ഇരുമ്പിന്റെ പാർട്സുകളൊക്കെ കിടക്കണ കാണാം. ജെടാക്കിന്റെ AC-യുടെ ഒരു യൂണിറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം വാറണ്ടിയിൽ വിടാനായിരിക്കും അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവുക. കൊല്ലം ഇവരിതെല്ലാം ചേർത്ത് വെച്ച് ഒരു ടീമിനെ കൊടുത്ത് കാശ് മേടിക്കുകയാണ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ചേസുകൾ കിടക്കുന്നുണ്ട്. ഒരു ലോകം മൊത്തം ബസ്സുകൾ കേട്ടാ. കാണുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. എത്ര ഓണർമാരുടെ ബസ്സുകളായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവരൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വിഷമിക്കായിരിക്കും അവരുടെ വാഹനം ഇവിടെ കിടക്കണ കാണുമ്പോൾ. ചിലപ്പോൾ കേരളത്തിലത്തെ ആൾക്കാരുടെ ആയിരിക്കില്ല ഈ വണ്ടികളൊന്നും. ഇത് കാണുമ്പോൾ എനിക്ക് കുറെ വിഷമം വന്നു, എന്നാൽ അതിലേറെ സന്തോഷം വന്നു. വിഷമം എന്ന് പറയുന്ന കാര്യം, ഈ വണ്ടികളൊക്കെ ചേസുകളൊക്കെ കിടക്കണമൊക്കെ ചെളിയിൽ മുങ്ങിയിട്ടാണ് പകുതിയും കിടക്കുന്നത്. ഇതൊക്കെ എയ്ഷറിന്റെ ചേസുകളാട്ടാ. എനിക്ക് തോന്നുന്നു 12 മീറ്റർ വലിയ വണ്ടികളാണ് കൂടുതൽ ഇവിടെ കാണാൻ സാധിച്ചത്. അറ്റത്തേക്കൊക്കെ നോക്കും തോറും കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ വണ്ടികൾ കിടക്കാണ് അവിടെ. സ്റ്റാഫ് ട്രാൻസ്പോർട്ടിനായിട്ട് കൊണ്ടുപോകുന്ന വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. നോക്കിയാൽ പകുതി ടയർ ചെളിയിൽ മുങ്ങി കിടക്കാണ്. ഇതൊന്നും നമ്മുടെ വാഹനം പണിക്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല കേട്ടാ. നമ്മുടെ പോളിസ്റ്റർ കിടക്കുന്നുണ്ട് എയ്ഷറിന്റെ അവിടെ. അങ്ങനെ ഞങ്ങൾ യാർഡിന്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ അടുത്തൊരു വണ്ടി എടുക്കാനും കൂടിയുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അതിന്റെ പരമായിട്ടാണ് യാർഡിലേക്ക് വന്നത്, യാർഡ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ സ്കൈലാർക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ബസ്സാട്ടോ ഇതൊക്കെ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ എത്തും തന്നെ വിചാരിക്കാം. സ്കൈലാർക്ക് ഫിക്സഡ് ഗ്ലാസ് അല്ല, സ്ലൈഡിങ് ഗ്ലാസ് ആണ്. ഏകദേശം 39 സീറ്റുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കണം. ഞാൻ എൻ്റെ ഡ്രൈവർ ക്യാബിൻ കാണിച്ചാലട്ടാ. നോക്കി എന്തൊരു സെറ്റപ്പ് അല്ലേ. നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. ഈ ഒരു ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ ഫേസ് നോക്കി വെറൈറ്റി ഫേസ് ആയിട്ടില്ലേ. ലൈലാൻഡിന്റെ ചേസ് എടുത്തിട്ട് MGയിൽ ബോഡി കയറ്റിയിട്ട് വേറെ ഇല്ല. ഇതേ പോളിസ്റ്റർ എന്ന് പറഞ്ഞുള്ള വണ്ടി. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ഫിക്സഡ് ഗ്ലാസ് ആണ്. ഈ അറ്റം വരെ കിടക്കുന്നത് പോളിസ്റ്ററുകളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്റ്റാഫ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള വെഹിക്കിൾസ് ആണെന്ന് കണ്ട. പോളിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കിടക്കണം. അങ്ങനെ നമ്മൾ വണ്ടിയുടെ കയറി. ഈ ക്യാബിൻ തിരിച്ചിട്ടുണ്ട്. AC ക്യാബിനാണ്. ഇതാണ് വാഹനത്തിന്റെ സീറ്റുകൾ. 2x2 കോൺഫിഗറേഷനിലാണ് സെറ്റ് ചെയ്തേക്കണം കേട്ടോ സീറ്റുകളൊക്കെ. ചിലപ്പോൾ വൈകാതെ തന്നെ നമ്മൾ അടുത്തൊരു പദ്ധതിയും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോക്കി ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ കിടക്കണ. ഇതെല്ലാം ബുക്ക് ചെയ്തിട്ടിട്ട് പണി കഴിഞ്ഞിട്ട് കിടക്കണ വെഹിക്കിൾസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് കസ്റ്റമേഴ്സ് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എത്തും വിടില്ല കേട്ടാ. യാർഡെല്ലാം ചെളിയായിട്ട് കിടക്കാണ്. വഴുക്കുന്ന സാധ്യതകൾ കൂടുതലാണ്. ഞങ്ങൾ കുട എടുത്തിട്ടൊന്നുമില്ല. ATPയിൽ അവിടെ ഒരു ഓറഞ്ച് ബസ് കിടക്കണുണ്ടാ. ആ ബസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ചെക്കൻ്റെ അടുത്തേക്ക് വന്നു. അവിടുത്തെ പണികളൊക്കെ പുരോഗമനിക്കുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഭൂരിയാണ് കഴിച്ചത്. നല്ല ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചായയാണ് ഏറ്റവും വിഷമകരമായ ചായ. ഒരു ചെറിയ കപ്പിൽ 5 രൂപയുടെയും 10 രൂപയുടെ ചായകളാണ് കിട്ടുക.
ബാക്ക് സൈഡിൽ മാസ്ക് ചെയ്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബസ്സിന്റെ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓറഞ്ച് ബസ് കിടക്കണുണ്ട്. ആ ബസ്സിന്റെ അകത്തേക്ക് കയറിയിട്ട് ഞാൻ ഒരു കിഡിലെ ഐറ്റംസ് കാണിച്ചു തരട്ടെ. ഇതാണ് ആ ബസ്സിന്റെ അകം. ഹെഡ്സെറ്റ് ഉണ്ട്. ഓരോ കസ്റ്റമേഴ്സിനും ഓരോ പാസഞ്ചേഴ്സിനും ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സിനിമ കാണാനുള്ള പ്രൊവിഷനും കൂടി ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് TV ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റ് ആണ്. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ നോക്കിയേ. ഇത് ആദ്യമായിട്ടായിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവുക. ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളൂ. അതിൽ വോളിയം കൂട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കി ടിവിയും കാര്യങ്ങളും. ഈ ഒരു സെറ്റപ്പിന് മാത്രം ഇതിന്റെ ഓണർ 4 ലക്ഷം രൂപയ്ക്ക് എക്സ്ട്രാ പണിതിട്ടാണ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തേക്കണത്. ഇത് സ്ലീപ്പർ വെഹിക്കിൾ ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി ലക്ഷറി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല അല്ലെ. നൈസായിട്ടില്ലേ. കൊൽക്കത്ത ടു സിലിഗുരി എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ് ഈ വാഹനം ഓടുന്നത്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുള്ള ഒരു ടീംസിന്റെ ആണ് ട്രാവൽസ് കേട്ടാ. നമ്മുടെ ബസ്സിന്റെ ബാക്കിൽ ലീറ എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജിങ് അടിക്കാണ് ഇവിടെ. ലീറ ബോഡിയാണ് നമ്മൾ കയറ്റിയേക്കണേ. അതായത് ഫിക്സഡ് ഗ്ലാസ് അല്ല, സ്ലൈഡിങ് ഗ്ലാസ് ആണ്. ഏകദേശം MGയിൽ 4 വെഹിക്കിൾസ് ആണ് ലീറയിൽ ഇറക്കിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മുടെ അടക്കം 4ാമത്തെ വെഹിക്കിളാണ് ഇറക്കണേ. അപ്പൊ ലീറ ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ വൈകാതെ നമ്മുടെ ബസ്സിന്റെ ഫുൾ വീഡിയോ ഇറക്കുന്നുണ്ട്. ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഡെലിവറിക്കായിട്ട് ഓരോ മിനിറ്റും കാത്തിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. ഇനി ചെറിയ മിനുക്ക് പണികളും കൂടെ ബാക്കിയുള്ളത്. റൈറ്റ് സൈഡിൽ MGയുടെ ലോഗും MGയുടെ ആ ഒരു ബാഡ്ജിങ് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വാഹനത്തിന്റെ പണി ഏകദേശം 70% കംപ്ലീറ്റ് ആയി. താഴെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ AC ആ ഒരു വെള്ളം വരുന്ന പൈപ്പിന്റെയും കാര്യങ്ങളുള്ള ഒരു സെറ്റപ്പുകളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെടാഗിന്റെ AC ആണ് നമ്മൾ കയറ്റിയേക്കണേ കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്ത് കയറിയിട്ട് അതിന്റെ ഫീച്ചേഴ്സും പറഞ്ഞുതരാം. ഇത് ബസ്സിന്റെ ഫ്രണ്ട് ഫേസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെയാണ് ബാക്ക് ഫേസും. അങ്ങനെ ഒരുപാട് ഫേസുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഫൈബർ ചെയ്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ ബെർത്തുകളും ഡോറുകളും എല്ലാം ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് ആണ്. ഇവിടുന്ന് സിമ്പിളായിട്ട് ബസ്സിലേക്ക് വെച്ച് അതുമ്പോൾ പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് ഇഷ്ടമുള്ള കളറിലേക്ക് ആക്കാണ് ചെയ്യുക. ഇതാണ് ഫൈബറിങ് ചെയ്യണ മെറ്റീരിയൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കണേ. നിങ്ങളിത് ആദ്യമായിട്ടൊക്കെ കാണാന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്തോളൂ. എന്തോരം ഫേസുകളല്ല ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കണേ. അങ്ങനെ ഉച്ചിരിയാറായി. നമ്മുടെ ബസ്സിന്റെ വാട്ടർ ടെസ്റ്റ് നടത്താൻ പോവാണ്. എല്ലാ ഭാഗങ്ങളും അടച്ചു. ഇനി ഹൈ പ്രഷറിൽ വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നടത്താൻ പോവാണ്. ചെക്കൻ ഓണാക്കാട്ടാ. ഏകദേശം 15 മിനിറ്റോളം ഇത് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കണേ. മോളിൽ നിന്നും സൈഡിൽ നിന്നും ഫുൾ ഹൈ പ്രഷറിൽ ഓണാക്കിയിട്ടേക്കോ കേട്ടോ വെള്ളം. ഏതെങ്കിലും സൈഡിൽ നിന്ന് ലീക്ക് ഉണ്ടെങ്കിൽ അവരത് പക്കായിട്ട് വെരിഫൈ ചെയ്തിട്ട് PDA ചെയ്യുന്ന ആൾക്കാർ അത് റീപ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എന്തുട്ടാ ചെക്കൻ്റെ കുളിയിലാ. മാസ് ഞങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിന്റെ ഈച്ച് ആൻഡ് എവരി വർക്ക് ഞങ്ങൾ നോക്കിയും കണ്ടും മനസ്സിലാക്കിയിട്ടാണ് മുന്നിലേക്ക് ഓരോ വർക്കുകൾ നീക്കിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ ഒരു ആൾക്കാർക്കും, അതായത് ബോഡി ബിൽഡേഴ്സിനും, അതായത് ബാക്കി ബസ് എടുക്കാൻ വരുന്ന ഓണർമാർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ ബസ്സിന്റെ ഓരോരോ മാറ്റങ്ങളും ഓരോരോ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം കാര്യങ്ങളൊക്കെ കിട്ടി. കൊമ്പുമ്മ വെള്ളം അടിക്കുന്ന സ്പ്രേ ചെയ്യണമൊക്കെ നൈസായിട്ടില്ലേ. അകത്ത് AC ഒക്കെ ഇട്ട് ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് തന്നെ ഓഫായി. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നമ്മുടെ അടുത്ത് പറയാം. ഇതിപ്പോൾ ഓഫായി. നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു സൈഡിൽ മാത്രമാണ് ലീക്ക് കണ്ടത്, ഒരു വിൻഡോന്റെ സൈഡ് മാത്രം. അത് അവർ എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. ഉച്ചിരിഞ്ഞു ഇതേ ഒരു ബസ് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഈ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഇറങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ 100 ബസ് ഡെലിവറി ഉള്ള ടീംസാണ്. ആ ക്യാബിൻ തിരിച്ചാണ് ഭാരത് ബെൻസിന്റെ ബോഡിയാണ്. അപ്പോൾ പൂജയും കാര്യങ്ങളും കഴിഞ്ഞാൽ അവർ ഇറക്കാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ്സിന്റെ പൂജയും കാര്യങ്ങളും ഇനി വരായി. നമ്മളങ്ങനെ എല്ലാവരും പോയി കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഫുൾ ടീമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട്. സെൻട്രലിൽ രമേശേട്ടനും ജോയേട്ടനും കണ്ണേട്ടനും ഹരിഭായും മിച്ചേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. ഫുൾ ടീമാണ് നമ്മുടെ തൃശ്ശൂർകാരൻ പൊന്നു ടീമിന് കാണുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാറായി. ഏകദേശം 9:30 മണിക്കാണ് ബെൽഗാമിൽ നിന്നും നമ്മൾ തൃശ്ശൂരിലേക്ക് വണ്ടി എടുക്കണേ. ഫുള്ള് സെറ്റായിട്ട് നിൽക്കണമൊക്കെ. ഇനി ഞാൻ ചെക്കൻ്റെ അകം കാണിച്ചു തരാം. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ഇറക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂണായിട്ട് കാത്തിരിക്കുക. 2x2 കോൺഫിഗറേഷനിലെ AC ബസ്സാട്ടോ. സ്ലൈഡിങ് ഗ്ലാസ്സോടുകൂടി 2 TVയും കാര്യങ്ങളുണ്ട്. നമ്മൾ കൊമ്പുമുള്ള ആ ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഫ്രണ്ടിലുള്ള ആ ഒരു മാല്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയുണ്ട് ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നുള്ളൊരു വ്യൂ. നമ്മൾ കൂടുതലും ഫ്രണ്ടിൽ ഇരുന്നിട്ടാട്ടോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കണേ. ആ ഒരു റോസാപ്പൂ മാല
ഊരിയിട്ട് ഇനി അത് അകത്തേക്ക് വെക്കാണ്. കാരണം ഇത് ഓടിക്കുമ്പോൾ ഇങ്ങനെ പൊന്തി ഡ്രൈവർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാതിരിക്കാനാണ് ഇതെല്ലാം ഊരുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ റൂം എടുത്താണ്. അപ്പോൾ ചേട്ടന്മാർ ഇതേ കണ്ണനൊക്കെ ബാഗ് എടുത്ത് അകത്തേക്ക് കയറ്റാണ്. ഞാൻ ഓൾറെഡി ബാഗ് അകത്തേക്ക് കയറ്റി. MGന്ന് കിട്ടിയ മാലയാണ്, ഇപ്പോൾ ചെറിയൊരു മാലയാണ് സെൻറ്ററിൽ ഇട്ടേക്കണേ. വേറെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ തന്നൂട്ടോ അവിടുന്ന്. ഇനി ആ ഒരു ഇട്ടേക്കണ ആ ഒരു മുണ്ടും കാര്യങ്ങളൊക്കെ ഊരി കഴിഞ്ഞാൽ ഫുൾ സെറ്റായി. വാഹനം എങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? കണ്ണേട്ടനാട്ടോ ഇവിടുന്ന് വണ്ടി എടുക്കണം അവിടേക്ക്. രാത്രി മൊത്തം ചേട്ടനായിരിക്കും ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വഴിയെ കണ്ടറിയാം. ഓരോ ലൈറ്റിൻ്റെ സ്വിച്ചുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് ആ ഒരു ബ്ലൂ ലൈറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ വണ്ടി എടുക്കുകയാണ് കേട്ടോ. പൊളിച്ചില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തിട്ടല്ലോ അല്ലേ? പോവല്ലേ? അപ്പോൾ പോവാട്ടോ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർക്ക്.